जितिन सर की जय, जितिन सर की जय, जितिन सर की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय, भारत माता की जय, भारत माता की जय, भारत माता की जय. അടുത്തതായി നമ്മുടെ ഇന്നത്തെ അതിഥി ജിതിൻ സാർ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. റെസ്പെക്റ്റഡ് ടീം കണ്ണൂർ സോൾജേഴ്സിൻ്റെ മെമ്പേഴ്സ്, എൻ്റെ പ്രിയങ്കര നാട്ടുകാരെ, ആക്ച്വലി എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഇന്ന് വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ഇനി നമ്മുടെ കൂടെ കളിച്ച് നടന്ന ഒരു ചങ്ങാതി, അവൻ ആർമിയിലായിരുന്നു. 16 വർഷം ഇന്ത്യൻ ആർമിയെ സേവിക്കാൻ അവന് അവസരം കിട്ടി. നമ്മളൊക്കെ ആദ്യം, എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ ചേരാൻ വേണ്ടി. പക്ഷേ എന്തോ ദൈവഹിതമില്ല, അത് നടന്നില്ല. ഒരുപാട് റിക്രൂട്ട്മെൻറ്റിന് ഞാനും പോയിരുന്നു. പണ്ടത്തെ കഥ പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് 4 മണിക്ക്, പുലച്ചക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാനാണ് ഇവരെല്ലാം പോയി വിളിക്കൽ. ആദ്യം എല്ലാവരും ഓരോരാളെ പോയി വിളിക്കും. എന്നിട്ട് നമ്മൾ, പുറവൂരാണല്ലോ നമ്മളെ നാട്, പുറവൂരിൽ നിന്ന് കുടിക്കുമട്ട വരെ ഓടും. കുടിക്കുമട്ട വരെ ഓടിയിട്ട് അവിടെ നിന്ന് നിർത്താണ്ട് തിരിച്ച് ഇതുവരെ ഓടും. അങ്ങനെ ഓടിയിട്ട് ആദ്യം എത്തിയ, അത് കഴിഞ്ഞ് ഷട്ടിൽ കളിക്കലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഓടിയെത്തിയ ആൾക്കാർക്കാണ് ആദ്യം കളിക്കാൻ അവസരം കിട്ടുക. അതിൽ മിക്കവാറും ഞാൻ തന്നെയാണ് ആദ്യം എത്തില്ലേട്ടാ. ഞാൻ തള്ളുന്നതല്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ആരും ഇവിടെ ഇല്ലാതുകൊണ്ട് ഞാൻ കള്ളത്തരം പറയുന്നില്ല. നമ്മൾ ചങ്ങായിമാർക്കെല്ലാം അറിയാം. അപ്പോൾ ആദ്യം എത്തിയ 1, 2, 3, 4 അങ്ങനെ എത്തിയവർക്കാണ് കളിക്കാൻ ആദ്യം അവസരം കിട്ടൽ. അതങ്ങനെ. അത് കഴിഞ്ഞ് ഓടി വന്ന് അവിടുന്ന് പുഷപ്പൊക്കെ എടുത്ത് ഷട്ടിലൊക്കെ കളിച്ച്, അതിന് ശേഷം നമ്മൾ എല്ലാവരും വർത്തമാനം പറഞ്ഞ് കുറച്ച് സമയം എന്നിട്ട് പിരിയും. പണിക്ക് വന്നവർ പണിക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ ഒരു ചെറുപ്പകാലത്തെ ജീവിതം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അത് കഴിഞ്ഞ് റിക്രൂട്ട്മെൻറ്റിനൊക്കെ പോകാൻ തുടങ്ങി. എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനിവിടെ ഈ കാണുന്ന ഇവിടെ ഒരു തെങ്ങ് കൂടി ഉണ്ടായിരുന്നു. ആ തെങ്ങിനോട് ചേർന്ന് 2 തെങ്ങ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പുള്ളപ്പിൻ്റെ ഇതൊക്കെ കെട്ടി വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റപാട് പുള്ളപ്പടിക്ക് വിടുന്നു, എന്നിട്ട് ഓടൂ. അതൊക്കെ ഒരു കാലം. വല്ലാതെ ഒരു ആഗ്രഹവും ക്രൈസൊക്കെ ആയിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ത്യനെ സേവിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നടന്നില്ല, പോട്ടെ. അപ്പോൾ നമ്മളെ ചങ്ങാതി ജിതിൻ എന്ന പേര്, നമ്മളെ ഗുരുസ്വാമി മോഹനേട്ടൻ്റെ മോനാണ്. അവൻ ഇന്ന് 16 വർഷത്തെ ആർമിയിലെ ഇന്ത്യയെ സേവിച്ചതിന് ശേഷം റിട്ടയറായിട്ട് തിരിച്ചു വരുന്ന ഒരു സുദിനമാണ് ഇന്ന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നോക്കലാണ്. നമുക്കെല്ലാവർക്കും അതിന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഇങ്ങനൊരു ചടങ്ങ് ഞാനും നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരും ആരും കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ ഇങ്ങനൊരു കാര്യത്തിൽ പങ്കെടുക്കാനും പറ്റിയില്ല. അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് നേരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. അവനെ ഒന്ന് അനുമോദിച്ചിട്ടൊക്കെ വരാം. വാ, പോവാം. മിസ്റ്റർ ജിതിൻ, എന്താണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന വികാരം? So excited, so happy. That's all. ഞാൻ അച്ഛനോട് ചോദിക്കാം. എന്താ മോനേട്ടാ തോന്നുന്നു? വളരെ സന്തോഷം. സന്തോഷമല്ലേ? രാജ്യത്തിനെ സേവിച്ചിട്ട് വരുന്നില്ലല്ലേ?
ഹായ് പറ നിൽക്കണമെങ്കിൽ जितिन सर की जय, जितिन सर की जय, जितिन सर की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय, भारत माता की जय, भारत माता की जय, भारत माता की जय। जितिन सर की जय, जितिन सर की जय, जितिन सर की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय, टीम कन्नूर सोल्जर्स की जय। എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ ജിതിൻ സർ ഭാരതീയ സേനയുടെ 16 വർഷത്തെ ധീരോജ്വലമായ സേവനത്തിന് ശേഷം നാട്ടിൽ വിരമിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, രാജ്യം ഇന്ന് പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ സൈനികരുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ കേരളത്തിലധികമൊന്നും സൈനികരെ പറ്റിയോ സൈനിക പാരമ്പര്യത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാറില്ല. എന്നാൽ ഒരു യുദ്ധം ആസന്നമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളി വരുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം തുളുമ്പി പുറത്തോട്ട് വരുന്നത്. നിരായുധരായ 26 ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ന് സൈനികർ ഒരു വിളിപ്പുറത്ത് യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലരും സൈനിക സേവനത്തിൽ ഇന്നും തുടരുന്നവരും അല്ലെങ്കിൽ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയിരിക്കുന്നവരുമാണ്. ടീം കണ്ണൂർ സോൾജേഴ്സ് എന്ന കണ്ണൂർ ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മ, കണ്ണൂർ ജില്ലയിൽ 1600-ലധികം വരുന്ന സൈനികരുടെ ഒരു കൂട്ടായ്മയെന്ന് കണ്ണൂർ ജില്ലയിലെ സാമൂഹിക സേവന മേഖലകളിൽ ഒരു നിറസാന്നിധ്യമാണ്. നിങ്ങളേവർക്കും അറിയുന്നത് പോലെ തന്നെ കണ്ണൂരിലെ പ്രമുഖ ആശുപത്രികളിൽ അവശ്യഘട്ടങ്ങളിൽ രക്തദാനം ചെയ്തുകൊണ്ടും ജില്ലയിലെ അശരണരായ രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലെ സേനയിൽ ചേരാൻ താല്പര്യമുള്ള യുവാക്കൾക്ക് തികച്ചും സൗജന്യമായിക്കൊണ്ട് സൈനിക സേവനത്തിലേക്ക് വേണ്ട ട്രെയിനിങ് നൽകിക്കൊണ്ടും കണ്ണൂർ ജില്ലയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന
ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ ഒരു പ്രവർത്തകനാണ് ഇവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ റിട്ടയർമെന്റായി എത്തിയിരിക്കുന്നത്. ജിതൻ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദീർഘ സർവീസിനിടയിൽ രാജ്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി നിങ്ങളുടെ കൂടെ നമ്മുടെ കൂടെയും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി അഭിസംബോധന ചെയ്യാൻ നമ്മുടെ ടീം കണ്ണൂർ സോൾജേഴ്സിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീജയ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ ജിതിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിതിൻ സാറും ഞാനും ആർമിയിൽ ഒരേ സ്ട്രീമിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കോർ ഓഫ് ഇലക്ട്രോണിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 16 വർഷത്തെ ദീർഘമായൊരു സർവീസ് കഴിഞ്ഞ് തൻ്റെ യൗവന കാലഘട്ടം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച് ഇന്ന് റിട്ടയർമെൻ്റായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. തൻ്റെ ടെക്നിക്കൽ സ്കില്ലിൽ ഹവിൽദാർ മേജർ ഓഫ് ടെക്നീഷ്യൻ എന്ന സൂപ്പർവൈസർ ഡ്യൂട്ടി ചെയ്ത് നല്ലൊരു ആർമിയിലെ ടെക്നീഷ്യനും സൂപ്പർവൈസറുമായി ദീർഘകാലം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ട് നാട്ടിൽ പെൻഷനായി തിരിച്ചു വന്ന ജിതിൻ സാറിനും കുടുംബത്തിനും അടുത്ത ജീവിത കാലഘട്ടം സന്തോഷപരമായ ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അടുത്തതായി നമ്മുടെ ഇന്നത്തെ അതിഥി ജിതൻ സാർ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുകയാണ്. റെസ്പെക്റ്റഡ് ടീം കണ്ണൂർ സോൾജേഴ്സിലെ മെമ്പേഴ്സ്, എൻ്റെ പ്രിയങ്കര നാട്ടുകാരെ, ആക്ച്വലി എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജില്ലിൻ്റെ അടുത്ത് നല്ല സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക്സ്. കളി ഈച്ചനായിട്ട് ഇരിക്കല്ല, തിന്ന്. സഞ്ചിയിലിടാൻ എടുത്തു വെച്ചാ, സഞ്ചിയിലിട്ടിട്ട് കൊണ്ടുപോയി എടുത്തു വെച്ചാ തോന്നുന്നു. ബത്തക്കെടുത്തു എന്നാ ഇത് എന്തിനാ ടച്ചിങ്സാ? ഉള്ളന്നെ അറിയും. ഇത് നമ്മളെ നാട്ടിലെ ഫേമസ് യൂട്യൂബർ, സോഷ്യൽ മീഡിയയിലുള്ള ഫേമസ് ആയ ആളാണ്. നിങ്ങളെ പേര് പറ. സന്ധ്യ അല്ലേ? എന്നാണ് ഈ പേജിന്റെ പേര്? തമു സാന്തി അല്ലേ? കണ്ടതിൽ സന്തോഷം.
തിന്ന് മോളെ വയറ്റണ കറക്റ്റാ. നമ്മളെ ചാനലിലും ഞാനും ഇതുവരെ കാണാത്തൊരു സംഭവം ഇന്ന് കണ്ടത്. നമ്മളെ രാജ്യത്തിനെ സേവിച്ചിട്ട് ഒരു പട്ടാളക്കാരെ അദ്ദേഹത്തിൻ്റെ സേവനകാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു രംഗം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് പട്ടാളത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ കുറേ റിക്രൂട്ട്മെൻറ്റ് പോയി കിട്ടിയില്ല, എന്തോ ഒരു ഭാഗ്യമില്ല. പക്ഷേ നമുക്ക് ഇവരെ എന്തായാലും ആ ഒരു സന്തോഷത്തിൽ കാണാൻ പറ്റി. നമുക്ക് ജിതിൻ്റെ കുടുംബത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ആദ്യം തന്നെ അച്ഛൻ നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം മോനേട്ടാ? സുഖം തന്നെ. ഇപ്പം ഞാൻ നേരത്തെ അവിടെ നിന്ന് ചോദിച്ചിരുന്നു ഈ സെയിം ചോദ്യം, പക്ഷെ ആ തിരക്കിനെ എടുക്കാണ്ട് നിങ്ങളോട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. ഒരു മകൻ രാജ്യത്തിനെ സേവിച്ച് വരുവാൻ എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. രാജ്യസേവനം അഭിമാനകരമായ നിമിഷം. അങ്ങനെ അഭിമാനകരമായ നിമിഷം ഇന്ന് ഉണ്ടാണ്ടിക്കൽ 16 വർഷത്തെ സേവനം കഴിഞ്ഞിട്ട് വന്നു പറഞ്ഞേ. 16 വർഷം മുന്നേ ഒരാൾ പട്ടാളത്ത് പോകണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് ആദ്യം വേണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നോ? വളരെ താല്പര്യം ഉണ്ടായിരുന്നല്ലേ? വളരെ താല്പര്യമുണ്ട്. ഇപ്പൊ എന്നാ തോന്നുന്നപ്പോ മനസ്സിൽ? ഇപ്പൊ തോന്നുന്നു എന്ന് വെച്ചാൽ അവൻ അവൻ്റെ ജോലി താക്കി വളരെ കൃത്യമായി ചെയ്തു. അവനെ എടുക്കാൻ പറ്റുന്ന പരമാവധി അവൻ എടുത്ത് ഇനി അവനെ ജീവിക്കണം, കുടുംബത്തോടൊപ്പം ജീവിക്കണം. അതിൻ്റെ ഉള്ള ആഗ്രഹം കൊണ്ട് അവൻ 16 വർഷ സേവനം ചെയ്ത് നാട്ടിൽ തിരിച്ച് വന്ന് നമ്മുടെ വീട്ടിലെത്തി. അഭിമാനകരമായ നിമിഷമല്ലേ? വളരെയധികം സന്തോഷം. സന്തോഷം. ഇനി നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം. നേരത്തെ അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം താങ്കളുടെ കൂടെയുള്ള ഇപ്പോൾ സർവീസിലുള്ള ആൾക്കാരുണ്ട്, റിട്ടയർഡായ പട്ടാളക്കാരുണ്ട്. അവരൊക്കെ ജിതിൻ സാർക്ക് ഈ ജയ് എന്നൊക്കെ വിളിക്കുമ്പോൾ മനസ്സിലെന്താ തോന്നിയത്? മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ പറയുക, ഒരാൾ എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ ഈ 16 വർഷം സർവീസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലൊരു സ്വീകരണവും ഇതുപോലൊരു എന്താ പറയുക ജയ് ബേരി വിളിയും ഒക്കെ അവർ നൽകിയത്. അതിന് എത്രത്തോളം അർഹനാണെന്ന് എനിക്കറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ, എന്നെ പട്ടാളത്തിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യിച്ച വ്യക്തി ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ്. ഓക്കെ, നമ്മളെല്ലാവരും കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് ആൾക്കാർ പോയി. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ആള് ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ ആൻഡ് ഓൾ ആൻഡ് ഓൾ നിജിലാണ്. ഓക്കെ, അത് അഭിമാനകരമായ മുഹൂർത്തത്തിൽ ഞാൻ എന്തായാലും പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയില്ല എന്നുള്ളൂ. നമ്മളെ ഒരുപാട് ചങ്ങായിമാർക്ക് മിലിറ്ററിയിൽ ചേരാനും ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അതിൽ ഞാൻ എപ്പോൾ അഭിമാനം കൊള്ളലുണ്ട്. ഞാൻ പല സ്ഥലത്തും പറയുമ്പോൾ ഇത് ഞാൻ പറയലുണ്ട്. എനിക്ക് കിട്ടിയില്ല എന്നുള്ളൂ, നമ്മളെ ചങ്ങായിമാർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അഭിമാനമുള്ള കാര്യം തന്നെയല്ലേ. നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് പറയാനില്ല. അവിടുത്തെ ലൈഫും ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നല്ലോ, മനസ്സിലെന്താ ശരിക്കും തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട്. ഒരുപാട് കാലം എന്താ പറയുക നാടും വീടും വിട്ടിട്ട് ജീവിച്ചത്. നാടും വീടും വിട്ട് എല്ലാവരും ജീവിക്കാറുണ്ട്. ബട്ട് ഒരു ഡിഫറെന്റ് ലൈഫായിരുന്നു അവിടെ. ഇവിടെയുള്ള ഈ കാണുന്ന ലൈഫൊന്നുമല്ല. ഒരു മാസം ലീവിൽ വരുമ്പോഴുള്ള ലൈഫല്ല ബാക്കിയുള്ള 3 മാസത്തെ ലൈഫ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഈവൻ ലാസ്റ്റ് 1 to 2 months 2.5 മാസം ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ആ സമയത്ത് കൂടി പരമാവധി മാക്സിമം ചെയ്യേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പിന്നെ കാര്യങ്ങളും ഫുഡും ഒക്കെ മാറുമല്ലോ ഇനി, അന്നേരം ചെറിയ വിഷമം ഉണ്ടാവുക? ഇല്ലില്ല, ആക്ച്വലി ഫുഡിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് എന്താ പറയുക 5-8 വർഷമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് മൈ വൈഫ് വാസ് വിത്ത് മീ ഫോർ ലാസ്റ്റ് 9 years. സോ ഫുഡ് തന്നെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു പട്ടാളക്കാരൻ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കൂടി കടന്നു പോകാനും ജീവിക്കാനും തരണം ചെയ്യാനാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. എന്ത് ഫുഡ് കിട്ടിയാലും കഴിക്കും. നിന്നാലും നാളെയാലും അവിടുത്തെ കിട്ടിയാലും ഇവിടുത്തെ കിട്ടിയാലും എവിടുത്തെ കിട്ടിയാലും കഴിക്കും. വീട്ടിൽ വന്നാൽ ആഗ്രഹം ഉണ്ടാവും നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ നമുക്ക് പറയാനുള്ള വോയിസ് ഇല്ല. എവിടെ വന്ന വോയിസ് ഉണ്ടാവും, പറയും ഇനി ഇത് വേണമെന്ന് പറയാൻ. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അതിന് ഒരു ബിഗ് സല്യൂട്ട്
തന്നേ മതിയാവും എല്ലാ വട്ട ആൾക്കാർക്കും. താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളെ ക്യാമറമാൻ പോയി. അപ്പോൾ ഞാൻ തന്നെ ചോദ്യം ചോദിക്കട്ടോ. ഇപ്പോൾ എന്താ തോന്നുന്നത് മനസ്സിൽ? പറ. സന്തോഷം. ഒരു സ്വന്തം ഭർത്താവ് പട്ടാളത്തിൽ പോകുന്ന ഞാൻ വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭാര്യയായ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി എന്താ പറയാ? എന്തായാലും ജീവിതം എന്തായാലും ത്യജിക്കുന്ന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യമെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അത് ശീലമായി മാറി. വലിയ കുഴപ്പമില്ല. അഭിമാനം സന്തോഷം തന്നെ അല്ലേ? സന്തോഷം. മോനെ ഹായ് പറ മോനെ. ഹായ് പറ. ഹായ് പറ. ജയ് ഹിന്ദ് പറ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് പറ. ഹായ് പറഞ്ഞാൽ മതി. വി പറ. വി പറ. നമുക്ക് അടുത്ത പ്രാവശ്യം റിട്ടയർ പഠിപ്പിക്കാം. ഒരു പട്ടാളക്കാരന്റെ അമ്മ എന്നുള്ള രീതിയിൽ എന്താ ആദ്യം തന്നെ പറയാനല്ലേ? നല്ല അഭിമാനമുണ്ട്. 16 വർഷം സേവനം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതന്നെ ഏറ്റവും വലിയത്. ഏത് ഒരു മക്കളെ അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടാവും. അതായത് പട്ടാളം എന്ന് പറഞ്ഞാൽ അറിയാം കുറച്ച് പ്രയാസമുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് പണ്ട് 16 വർഷം മുന്നേ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു? സന്തോഷമായിരുന്നു? അന്നേരം സന്തോഷം ഉണ്ടായിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാല് വിളിക്കൊല്ലം ചെയ്തേരം കുറച്ചൊരു സന്തോഷം ഉണ്ടായി. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വിളിയില്ലാണ്ടായി. അന്നേരം കുറച്ച് വിഷമമെല്ലാം ഉണ്ടായിന്. പക്ഷെ ഇപ്പൊ ശരിക്കും അഭിമാനം അല്ലേ? ഇപ്പൊ അഭിമാനം തന്നെ. ഏതായാലും സേവനം ജീവിതത്തിന്റെ 17.5 വയസ്സിലേ ഇവൻ പോയിന്. അന്ന് മുതലേ ഇവൻ നല്ല സേവനം ചെയ്തിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടുണ്ട്. അവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവിടെ പോയിരുന്നു? ഞാൻ പോയി 4.5 മാസത്തോളം ഇവക്ക് വിശേഷമുള്ളവരും പോയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവന്റെ ജോലിയെല്ലാം കാണുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ സങ്കടമാവും. പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കില് ഇത്രയും കഷ്ടപ്പാടുണ്ടല്ലോ എന്ന് വിചാരിച്ചു പോയി. ഉറങ്ങാൻ വരെ പറ്റൂല. ശരിക്കും ഒരുപാട് നമുക്ക് പറഞ്ഞാലും ഇത് അനുഭവിച്ചവർക്കേ പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമ്മുടെ ചങ്ങായിമാർ നേരത്തെ കഷ്ടപ്പാടുള്ള തന്നെയാ. എല്ലാവരും ഇങ്ങനെ മിലിറ്ററിയിൽ പോകാൻ അവിടെ എന്തോ വലിയ സുഖാന്നാന്ന് വിചാരം. പക്ഷെ എങ്കിൽ ആ സുഖമൊന്നുമല്ല. ആദ്യം ഇവ നാട്ടിൽ വന്നാൽ ഒരേ ഉറക്കാന്ന്. ഞാൻ പറയും നിനക്ക് വേറെ ഒന്നും പണിയില്ല, ഈ ഉറങ്ങാനായിട്ടാ നീ ഇവിടെ വരുന്നത്. ഇതെന്ത് ഞാൻ ഒരിക്കലും മിണ്ടാൻ വരെ നിന്നെ കിട്ടുന്നില്ലല്ലോ എല്ലാം പറയൂ. അപ്പോൾ ഇവൻ പറയും നിങ്ങൾക്ക് എന്താ ഇത്, ഞാൻ എത്ര മാസമായി ഉറങ്ങാത്തതെന്ന് എനിക്ക് അങ്ങക്ക് അറിയാൻ ചോദിക്കും. പിന്നെ ഞാൻ അവിടെ പോയതിനൊക്കെ ശരിയായ അവസ്ഥ മനസ്സിലായി. പുലർച്ചക്ക് 4 മണിക്ക് എണീച്ച് പോകണം. അത് കഴിഞ്ഞ് വന്നൊരു 7:30 മണിയായി അപ്പം തട്ടിക്കൂട്ടിയൊരു വാച്ചലാണ്. അതും കഴിഞ്ഞാലും കൊണ്ട് 3:30 മണിയാകുമ്പോൾ വരും ചോറ് തിന്നാൻ. അതും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യം പോകണം. പിന്നെയും വരുന്നത് രാത്രി 9 മണിക്കോ 10 മണിക്കോ. പിന്നെ ഇങ്ങനെ ഇൻസ്പെക്ഷനിലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഉറങ്ങലേ ഇല്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വരും. അപ്പം തന്നെ കുളിച്ച് മാറ്റി പിന്നെയും പോകും. അങ്ങനെയെല്ലാം കഷ്ടപ്പാട്, ഭയങ്കര നല്ല കഷ്ടപ്പാടുണ്ടായാലും എനിക്ക് ഇപ്പൊ അഭിമാനമുണ്ട്. എന്തായാലും 16 വർഷം നമ്മളെ രാജ്യത്തിന്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്തതിൽ ഇനിയോ നല്ല ഒരു സമാധാനത്തിലുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ. അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ദൈവത്തോട്. നമ്മളെ ചങ്ങായിമാർ നേരത്തെ പറഞ്ഞ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. വിഷമവും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഏത് സമയത്ത് വിളിച്ചാലും പോകണം, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. ചില സമയത്ത് ആ ഡ്രസ്സ് വേഗത്തിൽ പോകേണ്ട രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉറങ്ങുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇന്ത്യ പാകിസ്ഥാൻ ചെറിയൊരു ഒരസലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഒരു യുദ്ധം യുദ്ധം വരാതിരിക്കട്ടെ, യുദ്ധം വന്നാൽ 2 രാജ്യത്തിനും നാശനഷ്ടങ്ങളും ഒരുപാട് പൈസേൻ്റെ നഷ്ടങ്ങളും എല്ലാം വരും. അപ്പം വിളിച്ചു ഇരിക്കട്ടെ, അവിടുന്ന് പോവാ താല്പര്യമുണ്ടോ? ഏതൊരു പട്ടാൾക്കാരനും അങ്ങനെയാണ് ശരിക്ക് വളർത്തിക്കൊണ്ടിരുന്നല്ലേ, അവിടുത്തെ ട്രെയിനിങ് ആയാലും എന്തായാലും. അപ്പോൾ വേറെ അച്ഛനെന്താ പറയാനുണ്ടോ? ഒന്നും പറയാനില്ലല്ലേ. അപ്പോൾ വളരെയധികം സന്തോഷം. എനിക്കും പട്ടാളത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ സുഹൃത്തിൻ്റെ, ആത്മാർത്ഥ സുഹൃത്തിൻ്റെ റിട്ടയർഡായി വരുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ഞാനും നല്ല അഭിമാനത്തിലാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയുള്ള കാലം നല്ല ആയുസ്സും ആരോഗ്യമെല്ലാം ദൈവം തരട്ടെ. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉമ്മ എടുത്ത
ഞാൻ ഇന്ന് രാത്രി ലേറ്റ് ആവണോന്ന് പിടിക്കാൻ ഓരോ അങ്ങനെ സമയം കിട്ടുമ്പോ ഇവനെ പോയി രാത്രി മെഹയോട് വരും 11 മണിക്ക് ചോറൊന്നും പറയല്ലേ ഈ കൂട്ടത്തിൽ ഞാൻ കോപ്പിന് മെഹയിട്ടിന് ചങ്ങായിമാരെ, എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടാ. ഞാൻ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ കളിച്ച് നടന്ന ഒരാൾക്ക് ഇന്ത്യൻ ആർമിയെ സേവിക്കാൻ ഒരവസരം കിട്ടി. 16 വർഷം അവൻ ഇന്ത്യൻ ആർമിയൊക്കെ സേവിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളതിൽ ആണ് ആ സന്തോഷം. അവിടെ കൂടിയുന്നവർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ ഉള്ളവരും ഉണ്ടായിരുന്നു അവിടെ, അവൻ്റെ കൂടെയുള്ള. അതുപോലെ റിട്ടയർ ചെയ്തവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് നന്ദി നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. കാരണം ഇന്ത്യയെ ജീവിതവും അർപ്പിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യനെ സേവിക്കുന്നത്. അവരൊക്കെ അവിടെ ഇന്ത്യക്ക് കാവലായി ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്നും, നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരുടെ ഭാഗത്തുനിന്നും. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി. ജയ് ഹിന്ദ്.